ചേടാ ഇതെന്ത് മായജാലമാണിത്? വിത്തും വിതച്ചില്ല, വെള്ളം ഒഴിച്ചില്ല, പിന്നെ എങ്ങനെ ഇത്രയും വലിയൊരു മരം ഇവിടെ വന്നത്? ആ ബുക്കിൽ എഴുതിയിട്ടുണ്ടായിരുന്നു അപൂർവമായ മാജിക്കൽ വേര് പിടിച്ച മായാ ലോകത്തിലൂടെ എത്തിച്ചേരാവുന്നെന്ന്. പക്ഷെ രുദ്ര, ഈ വൃക്ഷത്തിൽ കുറെ വേരുകളുണ്ടല്ലോ. ഇതിൽ ഏതാ മാജിക്കിന് എങ്ങനെ അറിയും? അത് കണ്ടില്ലേ കൂട്ടുകാരെ? അത് കണ്ട അതാണ് മാജിക്കൽ വേരെന്നാ തോന്നുന്നത്. ഞാനും കൂടെ വരാം, എന്നെ കൂടെ കൊണ്ടുപോകും. എനിക്ക് അവരെല്ലാവരെയും രക്ഷിക്കണം. പല പ്രാവശ്യം ഞാൻ ശ്രമിച്ചതാ, എന്നിട്ടും ആ ഷീൽഡ് എനിക്ക് തകർക്കാൻ പറ്റുന്നില്ലല്ലോ. ഇനി ഞാൻ വേറെ രീതിയിലൊന്ന് അറ്റാക്ക് ചെയ്ത് നോക്കാം. അതിലൂടെ ഈ ഷീൽഡ് തകർന്ന് തരിപ്പണമായി പോകണം. ഒരു തവണയല്ല, 10 തവണയിൽ കൂടുതൽ ഞാനത് തകർക്കുവാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും അതിന്റെ മുകളിലുള്ള മാജിക്കൽ ഷീൽഡ് തകർക്കാൻ പറ്റുന്നില്ല. എനിക്കിപ്പോ രുദ്രയുടെ മാജിക് പവറുകൾ ആവശ്യമുണ്ട്. വെറുതെ കിടന്ന് ഒച്ചയെടുത്ത് എന്റെ മെഡിറ്റേഷനെ ഡിസ്റ്റർബ് ചെയ്യരുത്. ബൻരംഗ, കണ്ണുകളുടെ ഒപ്പം നീ നിന്റെ വായയും അടച്ചു പിടിച്ച് മിണ്ടാതിരിക്കാൻ പഠിക്കേ. നീ മര്യാദയ്ക്ക് മാജിക് ഷീൽഡ് തകർക്കുന്നോ അതല്ല വെറുതെ ഇങ്ങനെ ഇരുന്നുറങ്ങാൻ പോവാണോ? ഞാൻ മെഡിറ്റേറ്റ് ചെയ്ത് ശക്തി പ്രാപിച്ച് വലിയ ഒരു മജീഷ്യൻ ആകും. എന്നിട്ട് ഈ മാജിക്കൽ ഷീൽഡിനെ തകർക്കും. രുദ്ര, നീ അവിടെ നോക്ക്, നമ്മുടെ മായ ഐലൻഡിലേക്ക് ഇപ്പൊ എത്തിച്ചേരും. പോകൂ എന്റെ കടായി, മായ ഐലൻഡിലേക്ക്. ഇവൻ ഇങ്ങനെ തന്നെ ഇരിക്കാൻ പോവാണോ അല്ല വല്ല പണിയും നടക്കുവോ? ബനുരംഗ, നീ വെറുതെ ഇങ്ങനെ കുത്തിയിരിക്കാൻ പോവാണോ അതല്ല മാജിക്കൽ ബോളിനെ വല്ലതും ചെയ്യാൻ പോകുന്നോ? ഞാൻ മെഡിറ്റേറ്റ് ചെയ്ത് ഒരു അടിപൊളി മാജിക് ട്രിക്ക് കൈവശം വെച്ചിട്ടുണ്ട്. അത് വെച്ച് ഈ മാജിക്കൽ ഷീൽഡിനെ ഈസിയായി തകർക്കും. ഈ മാജിക്കൽ ഷീൽഡിനെ തകർത്ത് തരിപ്പണമാക്ക പാണ്ഡുരംഗ. വാവ്, മായ ഐലൻഡിലുള്ള എല്ലാത്തിനും മാജിക് ഉണ്ടെന്നാ തോന്നുന്നേ. അതേതോ പുതിയ തരം ക്രീച്ചറാ നമ്മളെ തേടി വരുന്നത്. ഇവിടുന്നാണ് മാജിക് തുടങ്ങുന്നതും ഇവിടെയാണ് മാജിക് അവസാനിക്കുന്നതും. പറയൂ, ഈ മായ ഐലൻഡിലേക്ക് എന്ത് കാര്യത്തിനാണ് നിങ്ങൾ വന്നത്? നിന്നോട് ചോദിക്കുന്നത്. ഞാനാണ് രുദ്ര, മഹാൻ മജീഷ്യൻ ജയസിംഗ് ചൗഹാന്റെ ഗ്രാൻഡ് സൺ. മക്കുങ്കായും പാണ്ഡ്രങ്കായും എന്റെ മാജിക്കൽ പവേഴ്സ് വലിച്ചെടുത്തു. മങ്കി ഐലൻഡിനെ രക്ഷിക്കാനായിട്ട് എനിക്ക് എന്റെ മാജിക്കൽ പവേഴ്സ് തിരിച്ചു കിട്ടിയേ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇത് വളരെ പഴയൊരു തൊപ്പിയാണല്ലോ. ഞാനിപ്പോ എവിടെയാ? ഏറ്റവും ആദ്യത്തെ മജീഷ്യൻ അയാളാണ് ഈ മാജിക് ഐലൻഡ് ഉണ്ടാക്കിയെടുത്തത്. ഞാൻ അദ്ദേഹത്തിന്റെ മാന്ത്രിക തൊപ്പിയാണ്. മാജിക് മുത്തച്ഛൻ, അതാണ് എന്റെ പേര്. ഈ ഐലൻഡിനെ സംരക്ഷിക്കുന്നതാണ് എന്റെ ജോലി. മാജിക് ദാദാ, എനിക്ക് എന്റെ മാജിക്കൽ പവേഴ്സ് തിരിച്ചു കിട്ടാനുള്ള വഴി പറയാവോ? നീ എന്താണ് കരുതിയത്? ജയ്സിംഗിന്റെ പേരക്കുട്ടി ആയതുകൊണ്ട് എന്ത് ചോദിച്ചാലും കിട്ടുമെന്നാണോ? നിന്റെ മാജിക് പവർ സ്വന്തമാക്കാൻ നീ ഈ മായ ഐലൻഡിന്റെ 3 ചാലഞ്ചുകളിൽ വിജയിച്ചിരിക്കണം. അതിന് നീ മാജിക്കിന് ചേർന്ന ആളാണെന്ന് നീ തെളിയിച്ചേ പറ്റൂ. നീ ബുദ്ധിമാനാണെന്നും ധൈര്യമുള്ളവനാണെന്നും നല്ലവനാണെന്നും തെളിയിക്കണം. മനസ്സിലായോ? ഓരോ ചാലഞ്ചിനോടൊപ്പം നിന്റെ മാജിക്കിന്റെ ഓരോ അംശം കൂടി നിനക്ക് കിട്ടിക്കൊണ്ടിരിക്കും. 3ാമത്തേതും അവസാനത്തേതുമായ ചാലഞ്ച് നീ ക്രോസ് ചെയ്ത് വരുമ്പോ നിന്റെ മാജിക് പൂർണ്ണമായി നിനക്ക് തിരിച്ചു കിട്ടിയിരിക്കും. എന്നാ പറയൂ, ഞാൻ എന്താ ചെയ്യേണ്ടത്?
അതെ, തിരഞ്ഞെടുക്കുന്നത് ഞാനല്ല, ഈ ഐലൻഡാണ് ആ കാര്യം തിരഞ്ഞെടുക്കുന്നത്. പിന്നെ മോനെ, നീ ഒരുപാട് അങ്ങ് ഓവർ കോൺഫിഡന്റ് ആകരുത്. ഇന്ന് വരെ ആ 3 ചലഞ്ചും ആരും ഇതൊരു ക്രോസ് ചെയ്തിട്ടില്ല. വരൂ എന്റെ കൂടെ. എങ്കിൽ കേട്ടോളൂ, നീ നേരിടാൻ പോകുന്ന ആദ്യത്തെ ചലഞ്ച് നീ ചിന്തിക്കുന്നതിനേക്കാളും വളരെ വലുതാണ്. ഒരു നക്ഷത്രത്തിന്റെ ആകൃതിയിൽ ഒരു മാന്ത്രിക കല്ലുണ്ട്. അത് മേഘങ്ങൾക്ക് മുകളിലാണ്. ഒട്ടും ഭയപ്പെടാതെ നീ അത് ചെന്ന് എടുത്തുകൊണ്ട് വരണം. പക്ഷേ രുദ്രയ്ക്ക് പറക്കാനേ കഴിയില്ലല്ലോ. പിന്നെ എങ്ങനെയാ അവൻ മേഘങ്ങളുടെ അടുത്ത് വരെ എത്തുന്നത്? മാജിക്കൽ ദാദാ, അത്ര ഉയർത്തി ചെന്ന് പറക്കാനുള്ള മാജിക് രുദ്രന്റെ കൈവശം ഉണ്ടായിരുന്നെങ്കിലേ ഞങ്ങൾ എന്തിനാ നിങ്ങളെ തേടി ഇങ്ങോട്ടേക്ക് വരുന്നേ? പറയുന്നേ. ഓ, ഒരു പക്ഷേ മാജിക് ഇല്ലാതെ നിനക്കത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ മാജിക്കിന്റെ കാര്യത്തിൽ നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല. വിഷമിക്കേണ്ട മൈര വരുൺ, ഞാൻ ഈ മാജിക് ഇല്ലാതെ തന്നെ ഈ ചാലഞ്ച് എടുക്കാനായിട്ട് ഞാൻ തയ്യാറാ. എന്റെ മാജിക് ഞാൻ സ്വന്തമാക്കും. ഇപ്പൊ ഈ സ്വാഡ് എന്റെ കൈകളിൽ വന്നു ചേർന്നിരിക്കുന്നു. ഇനി ഞാൻ രുദ്രയുടെ മാജിക്കൽ പവേഴ്സ് സ്വന്തമാക്കുന്നത് ആർക്കും തന്നെ തടഞ്ഞു നിർത്താനാവില്ല. മക്കുങ്ക, അത്യാഗ്രഹം പാടില്ല. ഞാൻ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ചെയ്യണം. എന്നാലേ ഈ ഷീൽഡ് തകരുള്ളൂ, അല്ലെങ്കിൽ വാള് പൊട്ടി പീസ് പീസ് ആവും. എത്ര ശ്രമിച്ചിട്ടും ഇതെന്താ തകർക്കാൻ പറ്റാത്തത്? വേണ്ട വേണ്ട വേണ്ട, ആ രുദ്ര അവന്റെ പവേഴ്സ് എല്ലാം തിരിച്ചെടുത്തെന്നാ തോന്നുന്നത്. അവന്റെ കയ്യിലുള്ള പവേഴ്സ് എല്ലാം അടിച്ചു മാറ്റാൻ ഇത് ഒരു ചാൻസേ ഉള്ളൂ. രുദ്ര, എന്താ പറ്റിയേ? ഓ, രുദ്രയ്ക്ക് അവന്റെ മാജിക് പവർ തിരിച്ചു കിട്ടിയല്ലോ. എന്നിട്ടും പൂർണ്ണമായിട്ട് അതില്ല. എന്തോ പ്രശ്നമുണ്ടല്ലോ. ആരോ അവന്റെ ബാക്കിയുള്ള മാജിക് പവർ അടിച്ചു മാറ്റിയിരിക്കുകയാണ്. ഇത് ഉറപ്പായിട്ടും ആ മക്കുങ്കയും പാണ്ട്രകയും ചെയ്തതായിരിക്കും. അവരെന്റെ മാജിക്കൽ ഷീറ്റ് തകർത്ത് കളഞ്ഞു. നമുക്ക് വേഗം സൺസിറ്റി പോയി അവരെ തടയണം. രുദ്ര, എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് നിനക്ക് മക്കുകയും പണ്ടങ്കയും തോൽപ്പിക്കാൻ കഴിയുമെന്ന്. നീ അവരെ തോൽപ്പിക്കുന്ന നിമിഷം തന്നെ നിനക്ക് നിന്റെ എല്ലാ മാജിക് പവറും തിരിച്ചു കിട്ടുന്നതായിരിക്കും. പോകൂ, ഈ വഴി നിങ്ങളെ നേരെ സൺ സിറ്റിയിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ബെസ്റ്റ് ഓഫ് ലക്ക് രുദ്ര. ബനുരംഗ, രുദ്രയുടെ മാജിക്കൽ പവേഴ്സ് ഇപ്പോ നമുക്കുള്ളിലാണുള്ളത്. എനിക്കിപ്പോ തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഭൂമി പോലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തുള്ളുമെന്നാണ്. ഈ ഭൂമി ശരിക്കും എന്റെ താളത്തിനൊത്ത് തന്നെയാണ് തുള്ളുന്നത്. എന്റെ അകത്തും രുദ്രയുടെ പവേഴ്സ് ഫയർ പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മെഡിറ്റേഷൻ അല്ല, ഡിസ്ട്രക്ഷൻ ആണ് ചെയ്യാൻ തോന്നുന്നത്.
ഇനി നമ്മൾ രുദ്രയെയും അവന്റെ സൺ സിറ്റിയെയും വെറുതെ വിടില്ല. ആദ്യം അവന്റെ ഈ പാലസ് നമ്മൾ തകർത്ത് തരിപ്പണമാക്കണം. പിന്നെ സൺ സിറ്റിയെ മൊത്തമായി നശിപ്പിക്കണം. രുദ്ര, മക്കുങ്കയും പണ്ട്രങ്കയും നിന്റെ മാജിക്കൽ പവേഴ്സ് തെറ്റായിട്ടുള്ള കാര്യത്തിന് ഉപയോഗിക്കുന്നത്. പേടിക്കണം മൈറ, ഈ കാര്യങ്ങളൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം. Hibaiska water shield. രുദ്ര, ഒരു മിനിറ്റ് മക്കുങ്ക, ആദ്യം ഈ തീയെല്ലാം അണയാൻ സമയം താ. അവന്മാരുടെ കാര്യം ഇനി പോക്കാ. രുദ്ര വന്ന് ഒറ്റ ഇടിയിൽ അവന്മാർ രണ്ടുപേരെ തെറിപ്പിച്ചില്ലേ. രുദ്ര, നീ എന്തായാലും നേരെ ഇങ്ങോട്ടേക്ക് വന്നത് നന്നായി. ഇപ്പൊ ഞാൻ നിന്റെ സൺ സിറ്റിയോടൊപ്പം തന്നെ നിന്നെയും എൻഡ് ചെയ്യാൻ പോവുകയാണ്. മക്കുങ്ക, എന്റെ പവർ തന്നെ എടുത്തിട്ട് എന്നെ തന്നെ പിടിപ്പിക്കുവാണല്ലേ? രുദ്ര, നീ ഒരു ചെറിയ കുട്ടി മാത്രമാണ്. ഇത്രയ്ക്കും മാജിക് പിന്നെ അതിന്റെയൊക്കെ പവേഴ്സും എന്തൊക്കെയാണെന്ന് നിനക്ക് അറിയുക പോലുമില്ല. ഞാൻ നിനക്ക് കാണിച്ചു തരാം നിന്റെ പവേഴ്സ് കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന്. Hibaiska wind creator. മക്കുങ്ക, രുദ്രന്റെ പ്രായത്തിനെയും രുദ്രന്റെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. നിന്റെ മാജിക് ഇപ്പൊ ഞങ്ങളുടെ കയ്യിലാ ഉള്ളത് രുദ്ര. അക്കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു സംശയവുമില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസമാണ്. എങ്കിലും എന്നാ പിടിച്ചോ. Hibaiska tornado starto. എനിക്ക് ഒരുപാട് ശക്തിയുടെ ആവശ്യമുണ്ട്. ഇതാകെ കുഴപ്പം തോന്നല്ലോ. ഈ വിദ്യകൾ നിൽക്കുന്നില്ല.
എന്തുപറ്റി മക്കുങ്ക പാണ്ട്രാങ്ക? ഇപ്പോഴും രുദ്ര തറയിൽ തന്നെയാണ്, നിങ്ങളുടെ മുന്നിൽ തന്നെയുണ്ട്. പക്ഷെ അറ്റാക്ക് ചെയ്യാനായിട്ടുള്ള ധൈര്യമില്ലല്ലേ? മക്കുങ്ക പാണ്ട്രാങ്ക, അറ്റാക്ക് നിങ്ങളുടേതാണ്, പക്ഷെ പവേഴ്സ് രുദ്രയുടെയാണ്. അത് വെച്ച് കളിച്ചാൽ പൊള്ളും. പാണ്ഡുരംഗ, ഇപ്പൊ നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ പിന്നെ ഒരിക്കലും നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ കാത്തിരുന്നത്. സിബായ്സ്ക മിറർ ഷീൽഡ് റിഫ്ലക്റ്റോ. മക്കുങ്ക പാണ്ട്രാങ്ക, എന്റെ പവർസ് വെച്ച് ഒരുപാട് കളിച്ചു. എന്റെ ശരിക്കുമുള്ള പവർസ് എന്താണെന്ന് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. മിറർ കേജോ. ഇത് സംഗതി എന്തായാലും പൊളിച്ചു. രുദ്ര, എത്രയും പെട്ടെന്ന് തട്ടി തെറിപ്പിക്കുന്ന നല്ലത്. ഇവന്മാരെ രണ്ടുപേരെയും ഈ കണ്ണാടി കൂട്ടിനകത്തിട്ട് അടയ്ക്കാൻ പാടില്ലായിരുന്നു. രംഗീല, ഇതിന് പുറത്ത് അവരെ കൊണ്ട് ഒരിക്കലും വരാൻ കഴിയില്ല. സ്വയം അവരുടെ മാജിക് യൂസ് ചെയ്താൽ പോലും അവർക്ക് അത് പൊള്ളത്തുള്ളൂ. ഇത് കണ്ണാടിയുടെ കേജ് ആണ് പണ്ട്രങ്ക. അറ്റാക്ക് ചെയ്താൽ അത് നമുക്ക് തന്നെ തിരിച്ച് റിഫ്ലക്ട് ചെയ്യും. മക്കുങ്ക, നീ എർത്തിൽ വസിക്കാൻ ലായക്കില്ലാത്തവനാണ്. അതുകൊണ്ട് ഞാനുണ്ടല്ലോ നിന്നെ എന്നേക്കുമായി സ്പേസിലോട് അയക്കാൻ പോവാ. അവിടെ രണ്ട് കൂട്ടുകാരും കൂടെ നല്ല ബോറടിച്ചു കളിക്കും. താങ്ക് യു രുദ്ര. നീ വീണ്ടും ഒരു തവണ കൂടി ഈ മങ്കി ഐലൻഡിനെ രക്ഷിച്ചിരിക്കുകയാണ്. പിന്നെ ഞങ്ങളുടെ ബനാന ഫെസ്റ്റിവലും. കിങ് മങ്കൂസ പിന്നെ ക്വീൻ മങ്കീന, ഇത്രയും ഭംഗിയുള്ള ഫെസ്റ്റിവല് രുദ്ര എങ്ങനെ കൊളവാക്കാൻ അനുവദിക്കുന്നേ? Watch India's largest kids library only on Jio Hotstar. Download the app now.